ഗൈസ്, നമുക്കിന്ന് മാന്തള തിളപ്പിച്ചത് ഉണ്ടാക്കിയാലോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. 1 കിലോ മാന്തളാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 12 ഉള്ളി, 10 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ എടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുണ്ടാക്കാനുള്ള മീൻചട്ടി എടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഇനി കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് 2 എണ്ണം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. തക്കാളി ഇപ്പോൾ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൈവിടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ പേസ്റ്റ് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ചതച്ച മുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഒപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കാൻ വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള കോൽപ്പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക കുറച്ച് നേരം. എന്നിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കൂടി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. അത് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ചാറൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ആകെ 2.5-3 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മീനിട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് 1/2 കിലോ മാന്തളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ ചെറിയ ചാളയും മുള്ളനൊക്കെ വെച്ചാലും രസമുണ്ടാവും. അപ്പോൾ ചാറ് നന്നായിട്ട് ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.